Action. Action. Vignesh. Action. സോറി. ഹായ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ഇപ്പോൾ നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും, മൊബൈൽ അഡിക്ഷനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ പേര് വിഘ്നേഷ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഭക്ഷണം, പാർപ്പിടം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അത് പണ്ടത്തെ ഒരു വാക്കാട്ടോ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പുതിയ ടെക്നോളജികൾ വരുന്നു. AI പോലെ, ChatGPT ഒക്കെ പോലെയുള്ള ഒരുപാട് പുതിയ ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പഴയൊരു കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സംസാരിക്കണമെങ്കിൽ, അദ്ദേഹത്തിന് ദൂരെ നിന്ന് സംസാരിക്കണമെങ്കിൽ ഒരു ലാൻഡ് ഫോൺ മാത്രമുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കത്തുകളായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും ഒരു പുതിയ മാറ്റം സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ചതാണ് മൊബൈൽ ഫോണുകൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണുകളുടെ രൂപകൽപ്പന ചെയ്ത ആളുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം ലോകം കീഴടക്കാൻ പോകുന്ന ഒരു മൊബൈലാണെന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് നമുക്ക് ഒരു മൊബൈൽ അഡിക്ഷൻ ഉള്ള ആളെ കണ്ടെത്താൻ പറ്റുക? എനിക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ എന്നെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? വളരെ സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് എണീറ്റ് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ സൂര്യനെ നമസ്കരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ കണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം കണ്ണാടിയിൽ പോയി നോക്കുന്നു. അതൊക്കെയായിരുന്നു ഒരു ശീലം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് എല്ലാവരും എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ വാട്സപ്പിലേക്കോ ഇൻസ്റ്റഗ്രാമിലേക്കോ ആയിരിക്കും. അത് തുറക്കാൻ നമുക്കൊരു സമാധാനം വരില്ല. നിങ്ങളൊരു ദിവസത്തിൽ എത്ര മണിക്കൂറാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്? ഒരു സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ കുറച്ച് നേരം വിട്ട് നിന്ന് കഴിഞ്ഞാൽ, മൊബൈൽ നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിച്ചോ, നിങ്ങൾ മൊബൈൽ അഡിക്ഷൻ പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ലൈഫിൻ്റെ ഭാഗം ഒരുപാട്. നമ്മുടെ പേരൻസ് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്, സുഹൃത്തുക്കൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ അഡിക്ഷൻ എന്ന ഒരു ലെവലിലേക്ക് പോകുന്നു. 24 hours നമ്മൾ ഉണർന്നിരിക്കുന്ന എല്ലാ നിമിഷവും നമ്മുടെ കയ്യിൽ മൊബൈൽ ഇല്ലാത്തൊരു നിമിഷം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് അതിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം, ഏത് സമയത്തും കളിച്ചുകൊണ്ടിരിക്കണം. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. ഇന്ന് കുട്ടികൾ തുടങ്ങി മുതിർന്ന ആളുകൾ വരെ മൊബൈൽ അഡിക്ഷനിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. എനിക്ക് മൊബൈലുണ്ട്, ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും മൊബൈലുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് നമ്മളോട് എല്ലാവരോടും പറയുന്നൊരു കാര്യം എന്താണ്? മൊബൈൽ മാറ്റി വയ്ക്ക്, മൊബൈൽ അധികം ഉപയോഗിക്കണ്ട എന്ന് പറയും. അപ്പോൾ എൻ്റെ അച്ഛന് എൻ്റെ അച്ഛനൊരു മൊബൈൽ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എന്നും എന്നോട് പറയുന്നു മൊബൈൽ ഉപയോഗിക്കരുതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അച്ഛനിപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അച്ഛനോട് കോമഡിക്ക് വെച്ചു, എന്നെ പണ്ട് കുറേ ചീത്ത പറഞ്ഞ ആളാണെന്നല്ലേ. അപ്പോൾ ഒരു മനുഷ്യർ എത്രയൊക്കെ ചെയ്താലും മൊബൈൽ എന്ന് പറഞ്ഞ ഒരു സംഭവം അവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പാർട്ടായി. മൊബൈൽ കൊണ്ട് ഉപകാരമില്ല, മുഴുവനും മോശമാണ്, കുട്ടികളെ നശിപ്പിക്കുന്നതാണ്, സമൂഹത്തിന് നശിപ്പിക്കുന്ന സംഭവമാണെന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. പക്ഷേ മൊബൈൽ കൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട്. പക്ഷേ മൊബൈൽ അഡിക്ഷനിലേക്ക് വരുമ്പോൾ 24 മണിക്കൂറും ഈ മൊബൈലിൽ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ കളയുന്നു. മൊബൈൽ മാത്രമാണ് നമ്മുടെ ലോകം, മൊബൈലിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സെക്കൻഡ് പോലും മൊബൈലിനെ വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയില്ല. ചാർജ് പോയി കഴിഞ്ഞാൽ ചാർജ് വരെ കുത്തി മൊബൈൽ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വളരെ വളരെ സുന്ദരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളാണ് പലപ്പോഴും നമ്മൾ ഈ മൊബൈൽ അഡിക്ഷനിലൂടെ കടന്നു പോകുന്നത്. എങ്ങനെയാണ് അത് റീസോൾവ് ചെയ്യാൻ പറ്റുക? പലപ്പോഴും ചിന്തിക്കും, എനിക്ക് മൊബൈൽ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? കുറച്ചേരം മൊബൈലൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മൊബൈൽ മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും സിനിമ കാണുകയോ ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ചിലപ്പോൾ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, ഒരു കോള് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മൊബൈൽ എടുക്കും. ആ കോള് തിരിച്ച് വിളിക്കും, സംസാരിക്കും. കോള് കഴിഞ്ഞ് വയ്ക്കുമ്പോൾ നമ്മുടെ സുഹൃത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ആ മെസ്സേജിലേക്ക് പോവും. പിന്നെ ഇത് വളരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ കൃത്യമായിട്ട് ഒരു ദിവസം ഞാൻ ഇത്ര സമയമേ മൊബൈൽ ഉപയോഗപ്പെടുത്തൂ, അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ മൊബൈൽ യൂസ് ചെയ്യൂ എന്നുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക.
ഒരു പ്രത്യേക മരുന്നോ അല്ലെങ്കിൽ പ്രത്യേകപരമായിട്ടുള്ള പരിശീലനങ്ങളോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തന്നെ എൻ്റെ മൊബൈൽ ഞാൻ യൂസ് ചെയ്യുന്ന സമയം കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ മൊബൈൽ യൂസിങ് സമയം കുറയ്ക്കാൻ ചെയ്ത കാര്യം, ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കാറില്ല. അത്രയും സമയം ഇപ്പോൾ 4-5 ക്ലാസ്സുകളുണ്ടെങ്കിൽ അത്രയും സമയത്ത് മൊബൈൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം നമ്മൾ മൊബൈലിനെ മാറ്റി വയ്ക്കുന്നു, നമ്മൾ വേറെ കാര്യങ്ങൾ ഇടപെടുന്നു. കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ പുസ്തകം വായനയ്ക്കോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുഹൃത്തുക്കളെ സംസാരിക്കാനോ അങ്ങനെ കൂടുതലുമായിട്ട് മനുഷ്യരുമായിട്ട് ഈ മൊബൈൽ വന്നതോടുകൂടിയുള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിരുന്നു, ഫാമിലിയിൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു, നാട്ടിൻപുറങ്ങളിൽ സംസാരം ഉണ്ടായിരുന്നു, ക്ലബ്ബുകളിൽ സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ വന്നതോടുകൂടി എല്ലാവരുടെ തലയും കുനിയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും ഈ പറഞ്ഞാൽ മൊബൈലില്ലാത്തൊരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഏത് തലമുറയും ഇന്ന് ഇപ്പോൾ വളരെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടിയാണ് ആ കുട്ടികളെ ഉറക്കിയിരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് അമ്മമാർ അവരെ ഉറക്കിയിരുന്നത്. പക്ഷേ ഇന്ന് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇല്ലാതെ കുട്ടികൾ ഉറങ്ങാത്ത അവസ്ഥയാണ്. അതിനുള്ള വീഡിയോസ് കണ്ടിട്ടാണ് കുട്ടികൾ ഉറങ്ങുക. അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ ഉണ്ടെങ്കിൽ, കാരണം അമ്മമാർക്ക് അവരുടെ പണി തീർക്കാനുള്ള എളുപ്പ വഴി എന്താ, നേരെ മൊബൈൽ കൊടുത്ത് കുട്ടീനെ എത്തുക. അപ്പോൾ ചെറുപ്പം മുതൽ ഈ മൊബൈലിനെ അഡിക്റ്റഡായി കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പേരൻസ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട പാരൻറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മൊബൈൽ അധികം കുട്ടികൾക്ക് കൊടുക്കണ്ട എന്ന് പറയാൻ കഴിയില്ല. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കൊടുക്കണം. സോ അതുകൊണ്ട് മൊബൈൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതും അവരുടെ ജീവിതത്തെ ഒരു വലിയ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ നമ്മുടെ കുട്ടികളെ എത്തിക്കാത്ത രീതിയിൽ പാരൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. മൊബൈൽ ആവശ്യത്തിന് ഉപയോഗിക്കാം തീർച്ചയായിട്ടും. മൊബൈൽ കൊണ്ടുള്ള ദോഷവശങ്ങൾ ഞാൻ പറഞ്ഞു, അഡിക്ഷനിലേക്ക് പോകുന്നു, അവർക്ക് പലപ്പോഴും ഈ മൊബൈലിൽ തന്നെ അവരുടെ ജീവിതം മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞു. മൊബൈൽ കൊണ്ട് ഇന്നത്തെ കാലഘട്ടം ന്യൂജൻ കാലഘട്ടമാണല്ലേ, ടെക്നോളജിയുടെ കാലഘട്ടമാണ്. ഇന്ന് പണ്ടൊക്കെ ഹോംവർക്കോ അല്ലെങ്കിൽ നോട്ട്സൊക്കെ നമ്മൾ എഴുതി കൊണ്ടുവരും. ഇന്നിപ്പോൾ ടീച്ചേഴ്സ് ഗ്രൂപ്പുകളിലാണ് ഇടുന്നത്, സോഷ്യൽ മീഡിയകളിലാണ് ഇടുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ മൊബൈൽ കൊണ്ട് ഉപകാരങ്ങളില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഉപകാരങ്ങൾ ഒരുപാട് നമുക്കുണ്ട്. പക്ഷേ ആ ഉപകാരം യൂസ്ഫുള്ളായി മാത്രം ഉപയോഗപ്പെടുത്താം. തീർച്ചയായിട്ടും ഇന്നൊരു ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അഡിക്ഷൻ നിർത്താൻ കഴിയില്ല. പതുക്കെ അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരിക. കൂടുതൽ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കളിക്കാനോ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ ആ ഒരു സമയമൊക്കെ നമുക്ക് ഈ മൊബൈലിനെ മാറ്റി നിർത്താൻ കഴിയും. അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വയം തീരുമാനിച്ച് മാറ്റിയെടുക്കേണ്ട ഒന്നാണ്. എനിവേ, അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഈ മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ മൊബൈൽ മാറ്റി വെച്ച് നോക്കുക. എത്ര നേരമാണ് ആ മൊബൈലിനോട് വിട്ടിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത്, അത്രയും സമയം നിങ്ങൾക്ക് അഡിക്ഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇനി മുന്നോട്ട് ശ്രദ്ധിക്കുക. ഇത് ഭാവിയിൽ മൊബൈൽ അഡിക്ഷൻ ഒരു പീക്ക് ലെവലൊക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറയുമ്പോൾ മൊബൈൽ ഇല്ലാതെ ആ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാവും. ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു മൊബൈൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക മെൻ്റലി അയാൾ ഡൗൺ ആവുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം അയാളുടെ ഏറ്റവും ഒരു എൻ്റർടൈൻമെൻറ്റ് ആ മൊബൈലിൽ കളിക്കുക എന്നുള്ളതാണ്. അപ്പം മറ്റുള്ള അഡിക്ഷനൊക്കെ പോലെ മൊബൈലും ഒരു ആപത്തായ അഡിക്ഷനിലേക്ക് പോകും. പക്ഷേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക, മാക്സിമം നമ്മൾ സമയം കുറച്ച് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമുക്ക് അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി.